റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഓരോ വിഷയത്തിലെയും പ്രധാനപ്പെട്ട നിർവചനങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു റിവിഷൻ വീഡിയോ ആണിത്. പരീക്ഷയിൽ മാർക്ക് ഉറപ്പാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഭാഗമാണ് നിർവചനങ്ങൾ. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ തജ്വീദ് എന്ന വിഷയത്തിലെ നിർവചനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റത്തത് സിഫത്തുകൾ എന്നാൽ എന്ത് എന്നാണ്. നമ്മൾ 2ാമത്തെ പാഠത്തിൽ പഠിച്ചു അല്ലേ? സിഫത്തുകൾ എന്നാൽ എന്താണ് സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന്, മഖ്റജ് പറഞ്ഞ ഉത്ഭവസ്ഥാനാണ്. ഇപ്പോൾ നമ്മൾ ഡെഫിനിഷൻ എഴുതുമ്പോൾ ഈ അർത്ഥം അവിടെ എഴുതിയേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശബ്ദവ്യത്യാസങ്ങൾക്കാണ് വരെ എഴുതിയാലും ആൻസറായി. അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് എന്ന് എഴുതിയാൽ മതി. ഇനി 5ാമത്തെ പാഠത്തിൽ ഒന്നുണ്ട്. അതെന്താണ്? ഹംസത്തുൽ വസ്ല് എന്നാൽ എന്ത്? ഹംസത്തുൽ വസ്ല് എന്നുള്ള പാഠം തന്നെയാണ്. അതിൽ ഹംസത്തുൽ വസ്ല് എന്നാൽ എന്ത് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഹംസത്തുൽ വസ്ല് എന്ന് പറഞ്ഞാൽ? ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്കാണ് ഹംസത്തുൽ വസ്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹംസക്ക് വരെ എഴുതിയാലും മതി. എന്താണ്? ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക്, അതിനാണ് ഹംസത്തുൽ വസ്ല് എന്ന് പറയാം. ഇനി അടുത്ത പാഠം അഥവാ 6ാമത്തെ പാഠത്തിൽ അതേപോലെ തന്നെ വേറെ ഒന്നുണ്ട്. അതെന്താണ്? ഹംസത്തുൽ ഖത്അ എന്നാൽ എന്ത് എന്നാണ്. നേരത്തെ പറഞ്ഞത് വസ്ലാണ്, ഇവിടെ ഖത്അ ആണ്. എന്താണ് ഹംസത്തുൽ ഖത്അ എന്ന് പറഞ്ഞാൽ? തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നു. ഹംസത്തുൽ വസ്ല് തുടങ്ങുമ്പം ഉണ്ടാകും, ചേർത്തി ഓതുമ്പോൾ ഉണ്ടാവില്ല. ഹംസത്തുൽ ഖത്അ പറഞ്ഞാൽ തുടങ്ങുമ്പോഴും ഉണ്ടാവും, ചേർത്തി ഓതുമ്പോഴും ഉണ്ടാകും. അപ്പോൾ ഹംസത്തുൽ ഖത്അ എന്ന് പറഞ്ഞാൽ തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നു. അപ്പോൾ തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് വരെ എഴുതിയാലും ആൻസറായി, മുഴുവനായിട്ട് എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി അടുത്തത് 7ാമത്തെ പാഠത്തിൽ ഒന്നുണ്ട്. അതെന്താണ്? വഖഫ് എന്നാൽ എന്ത് എന്നാണ്. വഖഫ് എന്നാൽ എന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ? ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് എന്തെന്ന് പറയാം? വഖഫ് എന്ന് പറയാം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിന്, അങ്ങനെ എഴുതിയാലും മതി. പിന്നെ വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തൽ എന്ന് മാത്രം എഴുതിയാൽ പോരാ, അത് ശ്രദ്ധിക്കണേ. ഇനി 7ാം പാഠത്തിൽ തന്നെ ഒന്നും കൂടി ഉണ്ട്. 7ാം പാഠത്തിൽ സക്ത എന്നാൽ എന്ത് എന്നും കൂടി ഉണ്ട്. എന്താണ്? അപ്പോൾ ആ പാഠത്തിലെ 2ാമത്താണത്. സക്ത എന്നാൽ എന്താണ്? ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിനാണ് സക്ത് എന്ന് പറയുന്നത്. സക്ത ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്ത എന്ന് പറയും. അത് മനസ്സിലാക്കുക. ഇനി 10ാമത്തെ പാഠം 10 ഒരു ഡെഫിനിഷൻ ഉള്ളത്. എന്താണ്? ജംഉൽ ഖുർആൻ എന്നാൽ എന്ത് എന്നാണ്. ജംഉൽ ഖുർആൻ എന്നാൽ എന്ത്? അപ്പോൾ അതിനെ ഒരുമിച്ച് കൂട്ടൽ എന്ന് എഴുതിയാൽ പോരാ. എങ്ങനെ എഴുതണം? ഡെഫിനിഷൻ ചോദിച്ചാലോ അല്ലെങ്കിൽ ചോദ്യമായിട്ട് വന്നാലൊക്കെ ഇങ്ങനെ ആൻസർ എഴുതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം രാഷ്ട്രഭരണം ഏറ്റെടുത്ത അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയത്. ഇതിന് ജംഉൽ ഖുർആൻ എന്ന് പറയുന്നു. അപ്പോൾ ജംഉൽ ഖുർആൻ എന്താ ചോദിച്ചാൽ എങ്ങനെ എഴുതാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം രാഷ്ട്രഭരണം ഏറ്റെടുത്ത അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയത്. അപ്പോൾ ഈ ഒരുമിച്ച് കൂട്ടിയത് വരെ എഴുതിയാൽ മതി. അപ്പോൾ അതിനാണ് ജംഉൽ ഖുർആൻ എന്ന് പറയുന്നത്. അത് 10ാമത്തെ പാഠത്തിലുള്ളതാണ്.
ഇനി അതുപോലെ തന്നെ ആ പാഠത്തിൽ തന്നെ എന്താണ് മുസ്ഹഫ് ഉസ്മാനി എന്നാൽ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് മുസ്ഹഫ് ഉസ്മാനി എന്നാൽ എന്ത്, എന്താണ് മുസ്ഹഫ് ഉസ്മാനി എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുന്ന് അങ്ങോട്ട് എഴുതണം. മൂന്നാം ഖലീഫ ഉസ്മാൻ അള്ളാഹു പ്രസ്തുത ഗ്രന്ഥം പല കോപ്പികളിലായി പകർത്തി എഴുതിച്ചു. കൂഫ, ബസറ, ഷാം, മക്ക തുടങ്ങിയ മുസ്ലിം പട്ടണങ്ങളിലേക്ക് ഓരോ കോപ്പി അയച്ചു കൊടുത്തു. ഒരു കോപ്പി മദീനയിൽ വെക്കുകയും ഒന്ന് അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ അള്ളാഹു സ്വന്തം ഉപയോഗിക്കുകയും ചെയ്തു. ഈ മുസ്ഹഫുകൾക്കാണ് മുസ്ഹഫ് ഉസ്മാനി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചധികം ഉണ്ട്, പക്ഷേ അത് ഇങ്ങനത്തെ അത്രയും തോന്നുള്ളതൊന്നും പരീക്ഷയ്ക്ക് വരാറില്ല, എങ്കിലും മനസ്സിലാക്കുക. അപ്പോൾ പാഠം 10 2 കാര്യങ്ങൾ: ജംഉൽ ഖുർആൻ എന്നാൽ എന്ത്, മുസ്ഹഫ് ഉസ്മാനി എന്നാൽ എന്ത്, അല്ലെങ്കിൽ മുസ്ഹഫ് ഉസ്മാനി എന്ന് പറയുന്നു ഏതിന് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ആൻസറായിട്ട് എഴുതാം. ഇനി 11ാമത്തെ പാഠത്തിൽ ഒരു നിർവചനം ഏതാ, അൽ ഖുറാ ഉൽ അഷറ ആരാണ്? അൽ ഖുറാ ഉൽ അഷറ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്താം? ഇതാ: ഖുർആൻ പാരായണ രീതി മുസ്ലിം ലോകത്തിന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത പ്രസിദ്ധരായ 10 ഖാരിഉകളാണ് ആര്? അൽ ഖുറാ ഉൽ അഷറ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയാണ് ഇതേ മതി. ഖുർആൻ പാരായണ രീതി മുസ്ലിം ലോകത്തിന് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത പ്രസിദ്ധരായ 10 ഖാരിഉകൾ, ഇവർക്കാണ് അൽ ഖുറാ ഉൽ അഷറ എന്ന് പറയുന്നത്. ഇനി പാഠം 13 ഈ പറഞ്ഞ 2 പ്രധാനമായിട്ടുള്ളത്. പാഠം 13 ഇമാലത്ത് എന്നാൽ എന്ത്, അതേപോലെ ഇഷ്മാമ് എന്നാൽ എന്ത്. അതിലൊന്നാമത്തത് ശ്രദ്ധിക്കേണ്ട പദങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചില പ്രത്യേക പദങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 13ാമത്തെ വലിയൊരു പാഠമുണ്ടല്ലോ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇമാലത്ത് എന്നാൽ എന്ത്. ഇതൊക്കെ പരീക്ഷയ്ക്കൊക്കെ വരാറുണ്ട്. ഇമാലത്ത് എന്നാൽ എന്ത്, അതിൻ്റെ ആൻസർ ഫത്ഹിൻ്റെയും കസറിൻ്റെയും ഇടയിലായി അല്ലെങ്കിൽ അലിഫിൻ്റെയും യാഇൻ്റെയും ഇടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കുക. ഇതാണ് ഇമാലത്ത്. അങ്ങനെ ഫത്ഹിൻ്റെയും കസറിൻ്റെയും ഇടയിലായി, ഇത് പഠിക്കാൻ സിമ്പിളാണ്. ഫത്ഹിൻ്റെയും കസറിൻ്റെയും ഇടയിലായി അല്ലെങ്കിൽ അലിഫിൻ്റെയും വാവല്ല യാഇൻ്റെയും ഇടയിലായി, ഫത്തിൻ്റെയും കസറിൻ്റെയും ഇടയിലായി അല്ലെങ്കിൽ അലിഫിൻ്റെയും യാഇൻ്റെയും ഇടയിലായി എങ്ങനെ ഉച്ചരിക്കുക? ഏകാര സ്വരത്തിൽ, എ എന്നുള്ള സൗണ്ട് ഉണ്ടല്ലോ, ഏകാര സ്വരത്തിൽ ഉച്ചരിക്കുക. ഇതാണ് ഇമാലത്ത്. ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ എന്ന് നമ്മൾ പഠിച്ചല്ലോ, അതാണ്. രണ്ടാമത്തത് അതേ പാഠത്തിൽ അഥവാ 13ാമത്തെ പാഠത്തിൽ തന്നെ ഇഷ്മാം എന്നാൽ എന്ത്. നേരത്തെ പറഞ്ഞ ഇമാലത്ത് എന്നാൽ എന്ത്, ഇഷ്മാം എന്നാൽ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം. ഇഷ്മാം എന്നാൽ എന്താണ്? റഫ്ഓ ലൊമ്മോ ഉള്ള അക്ഷരത്തിന്മേൽ ഇവിടുന്ന് എഴുതിയാൽ മതി. ഇഷ്മാം എന്നാൽ റഫ്ഓ, ഇവിടുന്ന് എഴുതിയാൽ മതി. റഫ്ഓ ലൊമ്മോ ഉള്ള അക്ഷരത്തിന്മേൽ വഖഫ് ചെയ്യുകയോ അവയെ ഇദ്ഗാം ചെയ്യുകയോ ചെയ്യുമ്പോൾ ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ടുകൂട്ടുക എന്നാണ്. അപ്പോൾ ഇതാണ് ഇഷ്മാം എന്നാൽ എന്ന് പറയുന്നത്. എന്താണ്? റഫ്ഓ ലൊമ്മോ ഉള്ള അക്ഷരത്തിന്മേൽ വഖഫ് ചെയ്യുകയോ അവയെ ഇദ്ഗാം ചെയ്യുകയോ ചെയ്യുമ്പോൾ ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ടുകൂട്ടുക. ഇതിൻ്റെ കൂടെ പിന്നെ പറഞ്ഞിരുന്നു എന്ത്, ഇത് ഉച്ചരിക്കാനേ കഴിയൂ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അല്ലേ. ഇത് ഉച്ചരിച്ച് കാണിക്കാനേ കഴിയൂ, പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല എന്നാണ് പറയുന്നത്. എന്നാലും പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ലാ തഅ്മന്ന എന്നുള്ളതാണ് അതിൻ്റെ വാചകം, അതുകൂടി മനസ്സിലാക്കുക. അപ്പോൾ 13ാമത്തെ പാഠത്തിൽ 2 ചോദ്യങ്ങളാണുള്ളത്. ഇമാലത്ത് എന്നാലെന്ത്, ഇഷ്മാം എന്നാലെന്ത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. ഇനി അവസാനത്തെ പാഠമുണ്ടല്ലോ, 14ാമത്തെ പാഠം. 14ാമത്തെ പാഠത്തിൽ പ്രധാനമായിട്ട് ഒന്നുണ്ട്, ചോദിക്കാറുണ്ട്. എന്താണ്? ഖത്മുൽ ഖുർആൻ എന്നാലെന്ത്. ഖത്മുൽ ഖുർആൻ എന്താണ്? ഖത്മുൽ ഖുർആൻ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഡെഫിനിഷൻ വ്യക്തമാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖത്മുൽ ഖുർആനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ മുസ്ഹഫിലെ ക്രമപ്രകാരം തീർത്തു ഓതുന്നതിന് ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നു. എന്താണ്? സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ മുസ്ഹഫിലെ ക്രമപ്രകാരം തീർത്തു ഓതുന്നതിനാണ് ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെഫിനിഷൻസൊക്കെ പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് വന്നാൽ നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. പരീക്ഷയിൽ ഉന്നതമായ വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.